നാദേന്ദ്രിയം രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഞേരി. തങ്ങൾക്കടുത്തേക്ക് വരുന്നവനെ കണ്ട് അവൾ അറിയാതൊന്ന് ഉമിനീരിറക്കിപ്പോയി. അയാളുടെ ചോര നിറമാർന്ന കണ്ണുകൾ തന്നെ കാർന്ന് തിന്നുന്ന പോലെ അവൾക്ക് തോന്നി. അയാളുടെ നോട്ട അസഹ്യമായി തുടങ്ങിയ നിമിഷം അവൾ മേഘന് മറവിലേക്ക് നിന്നു. നമസ്കാരം തമ്പ്ര. അവൻ വിനയകുലീനായി മേഘന് മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. മേഘൻ അവനെ നോക്കിയതല്ലാതെ തിരികെ ഒന്നും തന്നെ പറഞ്ഞില്ല. ചെറിയ തമ്പുരാൻ തൊഴാമെന്നതായിരിക്കും അല്ലയോ? അവൻ വീണ്ടും വഴിഞ്ഞൊഴുകുന്ന ചിരിയോടെ തന്നെ ഗൗരവപൂർവ്വം നോക്കുന്നവനോടായി തിരക്കി. കേശവൻ നായർ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ആ ആൾത്തർക്കടുത്ത് പരിങ്ങിന്നല്ലാതെ അവർക്കടുത്തേക്ക് പോയില്ല. ഈ നാറിതെന്തു ഭാവിച്ച അടി ചോദിച്ചു വാങ്ങിയിട്ടേ വടങ്ങുന്നാ തോന്നണേ. കേശവൻ നായർ മേഘന്റെ തീക്ഷ്ണ മിഴികളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു. അമ്പലത്തിൽ പിന്നെ ആരും അരിക്കച്ചവടത്തിന് ഇറങ്ങില്ലല്ലോടാ. മേഘൻ അവനെ നോക്കി മുണ്ട് ഒന്നുകൂടെ മടക്കി കുത്തി കയ്യിൽ കിടന്ന സ്വർണ്ണ ഇടിവള മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു. അതിനു മേലൊന്ന് തലയാട്ടി ചിരിച്ചു. നീ വന്നൂന്ന് ഞാൻ അറിഞ്ഞു. ഇത്ര പെട്ടെന്നൊരു തിരിച്ചുവരവും കൂടിക്കാഴ്ച ഞാൻ പ്രതീക്ഷിച്ചില്ല. വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ചിലരിയുള്ളവനെ വരുത്തിച്ച് അടങ്ങുമെന്ന് കച്ചു കെട്ടി ഇറങ്ങിയ എന്താ തമ്പ്രാ ചെയ്യ? അത് പറയുമ്പോൾ അവന്റെ കണ്ണ് മേഘനും പുറകിൽ നിൽക്കുന്നവളിലായിരുന്നു. നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ആരായാലും നിന്റെ വരവ് അതെന്നെ ബാധിക്കാത്തടത്തോളം ഒന്നിലും ഞാൻ ഇടപെടില്ല. പക്ഷേ അതെന്നെ ബാധിച്ച മേഘൻ തനിക്കുമ്പിൽ നിൽക്കുന്നവരെ നോക്കി താക്കിയതോടെ പറഞ്ഞു. നിനക്കറിയാലോ എന്നെ. എന്റെ വഴിക്കെങ്ങാൻ തടസ്സം നിന്നാ പിന്നെ നിനക്കൊരു തിരിച്ചുവരവ് അതൊരിക്കലും ഉണ്ടാകാത്തിടത്തേക്ക് നിന്നെ പറഞ്ഞുവിടാൻ എനിക്കധികം സമയമൊന്നും വേണ്ട. മേഘൻ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. വേലു അപ്പോഴും വിനയകുലീനായ അവന്റെ മുന്നിൽ നിൽക്കുകയാണ്. അത് പിന്നെ എനിക്കറിയില്ലേ തമ്പുരാ. ഞാൻ ഇതുവരെ എന്തിനേലും വന്നിട്ടുണ്ടോ? നിങ്ങൾ രണ്ട് തമ്പുരാക്കന്മാരല്ലേ എപ്പോഴും എന്റെ വഴിക്ക് തടസ്സം നിൽക്കുന്നത്. അവൻ മേഘനെ നോക്കി പിൻതല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. വരരുത്. നമ്മൾ തമ്മിൽ ഇനി ഒരു കൂടിക്കാഴ്ച അതുണ്ടാവാതിരിക്കുന്ന നിന്റെ ആയുസ്സിന് നല്ലത്. മേഘന അവന് നേർക്ക് ചൂണ്ടുവിൽ ഉയർത്തി താക്കിയതോടെ പറഞ്ഞു. അതിനവൻ മറുപടി എന്നാണെന്ന് തലയാട്ടി ചിരിച്ചുകൊണ്ട് നോക്കിയതും മേഘന് പുറകിൽ നിന്ന് തന്നെ അവജ്ഞതയോടെ നോക്കുന്ന മിഴികളിലേക്കാണ്. ഇതാണല്ലേ പുതിയ ടീച്ചർ? അയാൾ അവളിൽ നിന്ന് മിഴികൾ മാറ്റാൻ ചോദിച്ചു. ടീച്ചറെ, ഞാൻ വേലു. ഇവിടെ ഇല്ലായിരുന്നു. കുറച്ചധികം നാളായി പുറത്തായിരുന്നേ. അതാ ടീച്ചർ വന്നത് അറിയാതെ പോയത്. അവൻ അവളെ നോക്കി വിളിച്ചു പറഞ്ഞു. അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചു. ആ, ഇനിയിപ്പൊ ഞാൻ വന്നല്ലോ. നമുക്ക് സമയം പോലെ വിശദമായി തന്നെ പരിചയപ്പെട്ട് കളയാം. എന്താ? അവൻ അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു. അവൾക്ക് അവന്റെ വാക്കുകൾ കേൾക്കെ ഉള്ളൊന്ന് വിറച്ചെങ്കിലും ആ വിറയിൽ അവൾ പുറമേ കാണിച്ചില്ല. നിന്ന് കിണിക്കാതെ നീ പോകാൻ നോക്ക്. മേഘൻ അവന്റെ വഴിഞ്ഞുള്ള ചിരി ഇഷ്ടപ്പെടാതെ പറഞ്ഞു. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോവായി. പോയിട്ട് കുറച്ച് പണിയുണ്ടേ. അയാളൊന്ന് കൈകൾ ഉയർത്തി ഞെളിഞ്ഞ് മേഘനെ നോക്കി പറഞ്ഞുകൊണ്ട് തിരികെ കേശവൻ നായർക്കടുത്തേക്ക് നടന്നു നീങ്ങി. നിനക്ക് പോകണ്ടേ? മേഘൻ തലയിരിച്ചുകൊണ്ട് തനിക്ക് പുറകിൽ പമ്മിൽക്കുന്നവളെ നോക്കി ചോദിച്ചു. അവൾ അതിനൊരു മുകളിൽ മറുപടിയായി നൽകി. നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? ഇല്ല. ആളുള്ളിലെ ഭയം പരമാവധി മറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. എന്നാ അവന് ടീച്ചർ പോയിട്ടോ. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ അവനെ അയാളെ ഇന്നും മാറി മാറി നോക്കി. നോക്കി നിൽക്കാതെ പോടി ഭൂമി. അവനാകെ എന്തോ പോലെ നിൽക്കുന്നവൾ നോക്കി കളിയോടെ പറഞ്ഞു. അവൾ അവനെ നോക്കിയാൻ തലയാട്ടിയ ശേഷം അവിടുന്ന് നടന്നു നീങ്ങി. അവൾ കണ്ണിൽ നിന്ന് മറിയുവോളം ആ നടന്നു പോകുന്നവളെ തന്നെ നോക്കി നിൽക്കുന്നവനെ കാണെ വേലുവിനെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. താൻ തന്ന പണി എന്റെ പണി കഴിക്കുന്ന ലക്ഷണം ഉണ്ടല്ലോടോ നായരെ. നടന്നു പോകുന്നവരിൽ തന്നെ മിഴിയുറപ്പിച്ച് നിൽക്കുന്ന മേഘനെയും അവന് തിരിഞ്ഞു നോക്കി നടന്നു പോകുന്ന ഭൂവിയെയും കണ്ണിൽ പതിപ്പിച്ചുകൊണ്ട് വേലു അടുത്തുനിന്ന് കേശവൻ നായരോടായി പറഞ്ഞു. ഏയ്, അങ്ങനെ വരാൻ ഒരു വഴിയില്ല. നിന്നെ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കുഴി ചാടിക്കോടാ വേലു. കേശവൻ നായർ അവന്റെ ആ പറച്ചിലൊന്ന് പതിനെങ്കിലും ആ പതിനൽ പുറത്ത് കാണിക്കാതെ അയാളോടായി പറഞ്ഞു. ഇതുവരെ അങ്ങനെ ഉണ്ടായില്ലാന്ന് കരുതി ഇനി അങ്ങനെ ഉണ്ടായിക്കൂടാന്നില്ലല്ലോ. അയാൾ വായിലെ മുറുക്കാനൊന്ന് ചവച്ച് തുപ്പിക്കൊണ്ട് കേശവൻ നായർ നോക്കി പറഞ്ഞു. എന്തായാലും ഈ പണി എനിക്ക് നന്നായി തന്നെ ബോധിച്ചു. ഇതിപ്പോ അതിനെ കൊല്ലണല്ലോ എന്ന് ഓർക്കുമ്പോഴാ ആ ചത്തുപോയ തീയതിയുടെ പോലെ തന്നെ നല്ല സുന്ദരിയാ അല്ലേടോ നായരെ? അവൻ അകലങ്ങളിലേക്ക് നടന്നു പറയുന്നവളെ നോക്കി കാൽത്തുടയൊഴിഞ്ഞ് ചിരിയോടെ പറഞ്ഞു. അയാൾ അവനെ ശരിവെക്കും വിധമൊന്ന് മൂളി. ഇപ്പൊ വീണനെ നിന്നോട് ഞാൻ ഇങ്ങനെ ഓടിപ്പാൻ ഞാൻ ഇടിച്ചിടാൻ മാത്രമേ വരുതെന്ന്. തനിക്ക് മുമ്പിൽ തെറ്റ് ചെയ്തവളെ പോലെ പരിങ്ങി നിൽക്കുന്നവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കണ്ടില്ല. അവൾ അവന് മുമ്പിൽ തന്നെ തല ഉയർത്താൻ മറുപടി നൽകി. കാണില്ല. കാണണമെങ്കിലേ നേരെ നോക്കി നടക്കണം. അല്ലാതെ പാതാളത്തിലേക്കുള്ള വഴി തോണ്ടി നടന്നാ ഇങ്ങനെ ആരാന്റെ നെഞ്ചിലിടിച്ച് കയറാനും നേരം കാണൂ.
അവൻ അവളെ നോക്കി കടുപ്പിച്ച് പറഞ്ഞു. നീതി! പുറകുവശത്ത് നിന്ന് വീണ്ടും സൗദാമിനിയുടെ വിളി വരുന്നു. അവൾ വേഗം അവനെ മറികടന്ന് പോവാനൊരുങ്ങി. നിക്ക്! തന്നെ മറികടന്ന് ധൃതിയിൽ പോവാനൊരുങ്ങി അവളെ തടഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ ശബ്ദം വീണ്ടും അവളെ തടഞ്ഞു. എങ്ങോട്ടായി ധൃതി പിടിച്ച് നീ പായുന്നു? അവിടെ പോയി വയറെന്ന് വെച്ചാൽ അവിടെ വായിലിരിക്കുന്ന കേട്ട് മിണ്ടാതിരിക്കാൻ എന്തിനാണ് ഇത്ര ധൃതി? അല്പം പയ്യെ പോയാലും നിനക്കുള്ള ഒരു വയറ് നിറച്ച് തന്നോളൂ. അവൻ അരയിലെ കച്ച അഴിച്ചു മാറ്റിക്കൊണ്ട് അവൾ നോക്കി പറഞ്ഞു. അവളുടെ മുഖം വീർത്തു. അതിനിപ്പോ അവിടെ വരെ പോകണമെന്നില്ലല്ലോ, എവിടെന്നാലും കേൾക്കാം. അവൾ അവനെ തലവീർത്തി നോക്കാൻ പിറുവിർത്തുകൊണ്ട് അവിടെ നിന്നു. എന്താ? ഒന്നുമില്ല, എനിക്ക് പോകണം. അവൾ വേഗം മറുപടി പറഞ്ഞു. അത് പിന്നെ പോവാം. നീ മുകളിൽ നിന്ന് മുറി പോയി എനിക്ക് മാറി എടുക്കാൻ വേണ്ടി ഡ്രസ്സ് എടുത്ത് കുളക്കടവിലേക്ക് പോവാ, എനിക്കൊന്ന് കുളിക്കണം. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അവനെ മിഴിച്ചു നോക്കി നിന്നുപോയി. ഈടെ വന്നതിന് ശേഷം ആദ്യമായാണ് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് അവൻ അവളെ സമീപിക്കുന്നത്. അതിനെ ഞെട്ടിൽ ആ മുഖത്ത് നന്നായി തന്നെയുണ്ട്. എന്താ ഞാൻ പറഞ്ഞു ചെയ്യാൻ നീലമ തമ്പുരാട്ടിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അവൻ തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്നവളെ നോക്കി കൈ കെട്ടി നിന്നുകൊണ്ട് ഗൗരവത്തിൽ തിരക്കി. അത് ഞാൻ ഇല്ലത്തമ്മ. അവൾ എന്താണ് പറയേണ്ടെന്നറിയാതെ അവന് മുമ്പിൽ നിന്ന് കുഴഞ്ഞു. നീ ഇല്ലത്തമ്മയോ? അല്ല, നീ ഇല്ലത്തമ്മ വിളിക്കുന്ന കേട്ടില്ലേ? കേൾക്കാതിരിക്കാൻ എനിക്ക് ചെവി കുഴപ്പമൊന്നുമില്ല. നിന്നെ ഇവിടെ കൊണ്ടുവന്ന ഞാനാ. അപ്പൊ നീ കേൾക്കേണ്ടോ കാണേണ്ടോ ഒക്കെ എന്നെ മാത്രമാ. അതുകൊണ്ട് നിന്ന് താളം ചവിട്ടാതെ ഞാൻ പറഞ്ഞ പോയി എടുത്തിട്ട് പാടി, ഞാൻ കുളക്കടയിൽ കാണും. അവനാൾ നോക്കി കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന് നീങ്ങി. ഒരു വശത്ത് അച്ഛമ്മയും മറുവശത്ത് കൊച്ചുമോനും, രണ്ടിന്റെ ഇടയിൽ കിടന്ന് നട്ടം തിരിഞ്ഞ് എനിക്ക് മതിയായന്റെ ദേവി. അവൾ സ്വയം പറഞ്ഞുകൊണ്ട് മുകളിൽ അവന്റെ മുറിയിലേക്ക് പോയി. ശേഷം അവിടുന്ന് അവന് കുളിച്ചു മാറാനുള്ള എടുത്ത് തറവാടുകൾ ലക്ഷ്യം വെച്ച് അവൾ നടന്നു. അടഞ്ഞു കിടക്കുന്ന വാതിൽ തള്ളി തുറന്ന് അവൾ ഓരോ പടവുകളായി താഴേക്ക് ഇറങ്ങിയതും കണ്ടു. കുളത്തിൽ മറന്നു കിടന്ന് നീന്തി തുടിക്കുന്നവനെ. അവളുടെ കൊലുസിന്റെ നേരിയ താളം കാതിലേക്ക് പതിഞ്ഞതും അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് മുഖത്തെ വെള്ളം വലത് കൈ ഉയർത്തി തുടച്ചു മാറ്റി മുന്നിൽ നിൽക്കുന്നവളെ ഒന്നും നോക്കി. തനിക്കുള്ള വസ്ത്രവും കയ്യിൽ പിടിച്ച് മുന്നിലേക്ക് നോക്കാതെ തലയും താഴ്ത്തി ഞെളിവിരി കൊണ്ട് നിൽക്കുന്നുണ്ട് ആള്. ഞാനിത് എവിടെയാ വെക്കേണ്ടത്? ഇവിടെ വെക്കട്ടെ? അവൾ അവന് നേർക്ക് നോക്കാതെ ചോദിച്ചുകൊണ്ട് കയ്യിലെ വസ്ത്രം പടിക്കെട്ടിൽ വെക്കാൻ ആഞ്ഞതും വേണ്ട. അവിടെ ആ പ്രവൃത്തിയെ തടഞ്ഞുകൊണ്ടുള്ള അവന്റെ ശബ്ദം ഉയർന്നു കേട്ടു. ഞാനിപ്പോ വരാം, അവിടെ നിൽക്ക്. അവൻ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി മുങ്ങി നിവർന്നു അവൾക്കടുത്തേക്ക് നീന്തി. അയ്യേ, നാണെന്ന് പറയുന്ന അടുത്തൂടെ പോകില്ല സിനിമത്തിന്. ഒരു പെൺകുട്ടിക്ക് മുമ്പിലാണോ ഏറിനോട് വന്ന് നിൽക്കുന്നത്? അവൾ ഇഷ്ടക്കേടോടെ മുഖം ചുളിച്ചുകൊണ്ട് മുറുമുറുത്തതും അവൻ നീന്തി അവൾക്കടുത്തേക്ക് വന്നിരുന്നു. കുളത്തിൽ നിന്ന് കയറാനൊരുക്കുന്നവനെ അറിയേ അവൾ അതിന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു. അവിടെ ആരെ നോക്കിക്കുക, ഇങ്ങോട്ട് താടിയത്? അവൻ തനിക്ക് എതിർവശം തിരിഞ്ഞു നിൽക്കുന്നവളെ അറിഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു. അവൾ കയ്യിൽ മുറുക്കി പിടിച്ച വസ്ത്രം തിരിഞ്ഞു നോക്കാതെ അവന് നേർക്ക് വെച്ച് നീട്ടി. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തലമുടിയിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളം തുടച്ചു മാറ്റി അവളുടെ കയ്യിൽ നിന്ന് വസ്ത്രം വാങ്ങിയതും അവൾ അവനെ നോക്കാതെ വേഗം അവിടുന്ന് പടികൾ ഓടിക്കയറിയിരുന്നു. പതിഞ്ഞ താളത്തിനൊത്ത് ചലിക്കുന്ന കാൽവേഗം കൊണ്ട് അവൾ പടവുകൾ ഓടിക്കയറുമ്പോൾ മണിച്ചെപ്പുകളുടെ ചിറകുകൾ പോലെ കാൽപാദത്തെ ചുറ്റിത്തഴുകുന്ന കൊലുസ് അതിൽ നിന്നുണ്ടാവുന്ന ശബ്ദം വായുവിൽ തെളിയുമ്പോൾ അവനൊരു നിമിഷം നിലച്ചു. അവളുടെ മുഖമല്ല, കണ്ണിമയ്ക്കുന്ന കാഴ്ചയല്ല, ആ താളഭംഗിയിലാണ് അവന്റെ ശ്രദ്ധ കെട്ടിപ്പിടിച്ചത്. അവളെ നേരെ കാണുന്നതിലല്ല, ആ കാലുകളുടെ കാഴ്ചയിലൂടെയായിരുന്നു അവന്റെ ഹൃദയം പിടഞ്ഞത്. കാൽ കുറുക്കി കയറുന്ന ആ ഓജസ്യയും അവനെ ചുറ്റിപ്പറ്റിയിരുന്ന നാഥഭംഗിയും ചേർന്നുണ്ടാക്കിയ കാഴ്ചക്ക് അവലുമേറെ ഒരു കാന്തികതയുണ്ടായിരുന്നു. അവൾ പടവുകൾക്ക് മേൽ വയ്ക്കുന്ന ഓരോ ചുവടും പെട്ടെന്ന് തന്നെ അവന്റെ ശ്രദ്ധ പിടിച്ചെടുത്തു. ഓടിക്കയറുന്ന കാലുകളെ ചുറ്റിയിരുന്ന കൊലുസ് ഓരോ ചുവടിനൊപ്പവും ചെറിയ ശബ്ദം ഉണ്ടാക്കുകയായിരുന്നു. ആ ശബ്ദം അത്രമേൽ ആകർഷകമായിരുന്നു. കാൽമണിയുടെ നാദം പോലെ തന്നെ അവളുടെ ചലനത്തിലും ഒരു താളമുണ്ടായിരുന്നു. ഓരോ ചുവടും താളത്തിൽ കോറിയ പോലെ. അവൻ കണ്ടത് ആ കാൽമണിയുടെ കനകചലനത്തിൽ ജ്വലിച്ച കവിളുകളല്ല, കാഴ്ചയുടെ ഭംഗിയല്ല, മറിച്ച് ആ ലളിതമായ ശബ്ദത്തിൽ ഒളിഞ്ഞൊരു ആകർഷണമായിരുന്നു. അവളിൽ അവനെ അത്രമേൽ ആകർഷിതനാക്കുന്ന ഒന്നായിരുന്നു അത്. അവനൊന്ന് തല ഉടഞ്ഞുകൊണ്ട് നീട്ടി ശ്വാസമെടുത്തു. അവിടെ നിൽക്കുക. തിരികെ തറവാടിനുള്ളിലേക്ക് കയറി ഒരുങ്ങിയവളുടെ കാലുകളെ പിടിച്ചിട്ടിക്കൊണ്ട് പുറകിൽ നിന്ന് ശിവശങ്കരന്റെ ശബ്ദമുയർന്നു. അയാൾക്ക് നേരെ തിരിഞ്ഞു നോക്കാനാവാതെ വിധം പേടി അവളെ വന്ന് മൂടുന്ന് നീലി അറിഞ്ഞു. അവളൊരടി ചലിക്കാനാവാതെ അവിടെ വിറച്ച് നിന്നുപോയി. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ആ ശബ്ദം തന്നെ തേടിയെത്തുന്നത് അവൾ ഓർത്തു. ഇത്ര നാളും താനെന്നൊരാൾ ഇവിടെ ഇല്ലെന്നോണം നടിച്ചേർന്ന മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തന്നെ തേടി വന്നു. അവൾക്ക് ആരുന്നത് മനസ്സിലാവാതെ നന്നായി തന്നെ കുഴഞ്ഞു. വന്ന് വന്ന് കുളിക്കണേ വരെ നിന്റെ കൂട്ട് വേണമെന്നായോ നാൽപ്പാട്ട് ചെറിയ തമ്പുരാന്? അയാൾ അവൾക്കുമ്പിലേക്ക് വന്നിന്ന് അവളെ നോക്കി ചോദിച്ചു. അവൾ തന്റെ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു. ചോദിച്ച കേട്ടില്ലേ നീ? അയാളുടെ ശബ്ദം അല്പം ഉയർന്നു. അവളൊന്ന് ഞെട്ടി ഉറച്ചു. അങ്ങനെയൊന്നുമില്ല.
അവൾ തന്നെ ശബ്ദത്തിലെ വിറയിൽ പുറത്തു കാണിക്കാതെ അയാളോട് പറഞ്ഞു. അയാൾ അതിനൊന്ന് അമർത്തി മൂളി. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. മുകളിലത്തെ മുറിയിലേക്ക് വരിക. അയാൾ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് മുന്നേ നടന്നു. അവളൊന്ന് ഉമിനീരിറക്കി അവിടുന്ന് ഒരടി അനങ്ങാനാവാതെ നിന്നു. നാളെ ഇത്ര കടന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. പല പ്രാവശ്യം പല ആവശ്യങ്ങൾക്കായി ആ മുറിയിൽ കയറിറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വിളി ഇതാദ്യമായിട്ടാണ്. അതിന്റെ പൊരുൾ തേടി അവളുടെ മനസ്സ് സഞ്ചരിച്ചു തുടങ്ങിയത്. എന്താ പറഞ്ഞാ അനുസരിക്കാൻ വയ്യാന്നുണ്ടോ? അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വരാം. അയാൾ അവിടെ ഓരോ ആലോചനയിൽ മുഴുകുന്നവളോടായി പറഞ്ഞുകൊണ്ട് പടികൾ ഓരോന്ന് കയറി. അവളും മനസ്സിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് അയാൾക്കൊപ്പം മുകളിലേക്ക് നടന്നു നീങ്ങി. അയാൾ പതിയെ പടികൾ കയറിയപ്പോൾ കാലടികളുടെ ശബ്ദ മരഗോവണികൾ ഓരോന്നിലും ചിമ്മിക്കേട്ടു. പടികൾ ഓരോന്നും പഴകിയതും അയാളുടെ ഭാരത്തോട് വഴങ്ങുന്ന പോലും ഞെരങ്ങി കുലുങ്ങി നിന്നു. അയാളുടെ ഓരോ ചവിട്ട് അവളുടെ ഉള്ളിലേക്കാണ് പതിക്കുന്നത്. അവളുടെ ശരീരവും മനസ്സും ആ പടികൾ പോലെ തന്നെ വിറച്ചു. അയാൾ ഓരോ അടിയും ഉയരുമ്പോൾ അവളുടെ ഹൃദയത്തിലും ഭയം കയറി കയറി വരികയായിരുന്നു. എന്തായിരിക്കും അയാൾ പറയാൻ പോകുന്നത്? വേദനയോ, കുറ്റപ്പെടുത്തലോ, താൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും? അതോ അപ്രതീക്ഷിതമായി ഒരുക്കുന്നൊരു സ്നേഹവാക്ക്? ഇല്ല, അങ്ങനെയൊന്നും ഇവിടെ ആരിൽ നിന്നും തന്റെ മനസ്സ് പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നുമില്ല. ഈ തറവാട് ഇവിടുത്തെ ആളുകളുമെല്ലാം തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദുസ്വപ്നമാണ്. അങ്ങനെ വിശ്വസിച്ച് ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുസ്വപ്നങ്ങൾക്ക് ഒരിക്കലും യാഥാർത്ഥ്യത്തിന്റെ ലോകത്ത് സ്ഥാനമില്ല. അവയെന്നും ഒരു മനുഷ്യന്റെ മനോവ്യഥയുടെ ഭാഗമായി അവശേഷിക്കാൻ വിധിക്കപ്പെട്ടവയാണ്. ചിന്തകളിൽ കുരുങ്ങിയ അവൾ പടിയുടെ മുകളിൽ നിന്നുള്ള അയാളുടെ നോട്ടം ശ്രദ്ധയിൽപ്പെട്ടതും ഒന്ന് ശ്വാസം വിലുങ്ങിയത് തന്നെ പറയാം. ആ കണ്ണുകളിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നതെന്ന് അവളെ വേട്ടയാടുന്ന ചിന്തയായി പിന്തുടർന്നുകൊണ്ടിരുന്നു. ഉത്തരമറിയാതെ ഉരുണ്ടു നിൽക്കുന്ന ഒരു കനൽ പോലെ. അകത്തേക്ക് വരിക. മുറിക്ക് പുറത്ത് തന്റെ അനുവാദത്തിനെന്നോളം നിലയുറപ്പിച്ചിരിക്കുന്നവളെ നോക്കി ശിവശങ്കരൻ തമ്പി പറഞ്ഞു. അവൾ നീട്ടി ഒരു ശ്വാസം എടുത്തുകൊണ്ട് മുറിക്കകത്തേക്ക് കയറി. ആ വാതിലങ്ങ് ചാരിയേക്ക്. അയാൾ പറഞ്ഞു. അവളൊന്ന് ചിന്തിച്ചതിന് ശേഷം വേഗം പോയി അല്പം വലിയ മരവാതിൽ രണ്ടും പയ്യെ ചാരിയിട്ടു. ഇത്രയും നാള് നീ എന്നൊരാൾ ഇവിടെ ഈ കൂരക്കീഴില് ഞങ്ങൾക്കൊപ്പം കഴിഞ്ഞിട്ടും നിന്നെ തിരിഞ്ഞു പോലും നോക്കാതിരുന്ന ഞാനെന്തിനാ നിന്നെ ഇപ്പൊ ഇവിടേക്ക് വിളിച്ചെന്നായിരിക്കും നിന്റെ ചിന്തയല്ലേ? അയാൾ ഊന്നുവടി കുത്തി അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഗൗരവ ഒട്ടും ചോരാ ചോദിച്ചു. തന്റെ മനസ്സിൽ വെച്ച ചോദ്യമാണെങ്കിൽ കൂടി അതിനുത്തരം പറയാൻ അവളൊന്നും മടിച്ചു. നീ നിന്റെ പരിധിയിൽ നിന്നിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇവിടെ നീ ആ പരിധി മറികടന്നു എന്ന് മാത്രമല്ല, നാൽപ്പാട്ട് ലക്ഷ്മണ ജിതേന്ദ്രനെ നിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ നിനക്ക് കഴിഞ്ഞു. അയാൾ അത് പറഞ്ഞു. അതുവരെ താഴേക്ക് മിഴികൾ പതിപ്പിച്ചെന്നവൾ ഞെട്ടിക്കൊണ്ട് മിഴിയുയർത്തിയാളെ നോക്കി. ഇന്ദ്രൻ, അവൻ എന്റെ കൊച്ചുമകനാ. അവനെ ഞാൻ ഒരിക്കലും നിനക്ക് വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ അച്ഛൻ ഇവിടേക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം പകരം എന്റെ ഇന്ദ്രന് നിനക്ക് വെച്ച് നീട്ടാൻ മാത്രം മഹിമയൊന്നും നിനക്കില്ലാന്ന് എന്നെ കൂട്ടിക്കോളൂ. അയാൾ പറഞ്ഞിരുത്തിയതും അവൾക്ക് താൻ അയാളുടെ മുമ്പിൽ വല്ലാതെ ചെറുതായതുപോലെ തോന്നി. ഒരിക്കൽ പോലും നീലിമയുടെ വിദൂര ചിന്തകളിലൂടെ പോലും കടന്നു വരാത്ത കാര്യത്തെക്കുറിച്ചാണ് ഇയാൾ ഇപ്പോൾ പറയുന്നത്. പലപ്പോഴായി സൗദാമിനി വിഷയത്തെക്കുറിച്ച് പറയുമ്പോ ഞാൻ കാര്യമാക്കിയിരുന്നില്ല. അതൊരിക്കലും നിന്നോടുള്ള വിശ്വാസം കൊണ്ടല്ല. ഇന്ദ്രൻ അവനൊരിക്കലും ഒരു മൂഢസ്വർഗം ആഗ്രഹിക്കില്ല എന്നുള്ള എന്റെ വിശ്വാസം. അതാണ് സൗദാമിനിയുടെ വാക്കുകളെ തള്ളിക്കളയാൻ എന്നെ പ്രേരിപ്പിച്ചത്. പക്ഷേ എന്റെ കൊച്ചുമകൻ ചില നേരത്ത് നിന്നോട് കാണിക്കുന്ന അനാവശ്യ ശാഠ്യങ്ങളും അധികാരഭാവമൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതൊരിക്കലും എന്റെ ചെറുമകന് ചേർന്ന ഒന്നല്ല. അവനോളം മൂല്യമില്ലാത്ത ഒന്നിന്റെയും പുറകെ പോകേണ്ട ആവശ്യം അവനില്ല. അയാളുടെ വാക്കുകൾ അവൾ നന്നായി തന്നെ പൊള്ളിച്ചു. മൂല്യമില്ലാത്ത ആണത്രേ. അവൾക്ക് സ്വയം പുച്ഛം തോന്നി. തന്നെ ഒരു മനുഷ്യ സ്ത്രീയായി പോലും പരിഗണിക്കാത്തവർക്കിടയിൽ കഴിയേണ്ടി വരുന്നവർക്ക് അവളുടെ നെഞ്ചു പിടഞ്ഞു. കണ്ണുകൾ ഒരു പെരുമഴക്കാലത്തിന്റെ വരവറിയിച്ചുകൊണ്ട് നീറുന്ന ഹൃദയത്തിന് കൂട്ടായെന്നോണം നീറിപ്പുകഞ്ഞു. അവൻ നാൽപ്പാട്ട് തറവാട്ടിലെ ശിവശങ്കരൻ തമ്പിയുടെ കൊച്ചുമകനാ. അവന് വേണ്ടതും വേണ്ടാത്തതുമായ പലതിനോട് അവന് മോഹം തോന്നിയത് വരും. ആ മോഹം പക്ഷേ ജീവിതാവസാനം വരെ ഒരു വീഴ്പു ചുമക്കുന്ന പോലെ കൊണ്ടടക്കേണ്ട ഗതികേടൊന്നും അവനില്ല. അതയാൾ പറയുമ്പോൾ ഒരു പ്രളയത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആ മാൻമിഴികളിൽ നിന്ന് ആദ്യ തുള്ളി കണ്ണുനീർ താഴേക്ക് ഒഴുകി തുടങ്ങിയിരുന്നു. തമ്പുരാൻ കുഞ്ഞിന് എന്നോട് അങ്ങനെയൊന്നും ഇല്ല. ആളുള്ളിലെ വിങ്ങൽ ചുണ്ടുകൾ കടിച്ചൊതുക്കിക്കൊണ്ട് അയാളെ മുഖമുയർത്തി നോക്കാതെ പറഞ്ഞു. എന്ന് നീ പറയുന്നു? ഇതേ നീ തന്നെ നാളെ അവന്റെ താലിയൊടിഞ്ഞ് എനിക്ക് മുമ്പിൽ വന്നിരിക്കില്ല എന്ന് ആര് കണ്ടു? അയാൾ അവൾ നോയി പുച്ഛത്തോടെ പറഞ്ഞു. അവൾ കണ്ണുകൾ സ്വയം ഇറുക്കി അടച്ചു. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അത് പറയുമ്പോൾ അവളുടെ ശബ്ദത്തിന് അത്രയും ഉറപ്പുണ്ടായിരുന്നു. അവൾ കരങ്ങിയ മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് അയാളെ മിഴിയുയർത്തി നോക്കി. എൻ്റെ അച്ഛൻ എന്നെ അർഹതയെക്കുറിച്ച് പഠിപ്പിച്ച് എന്നെയാണ് വളർത്തിയത്. നമ്മൾ അറിയിക്കുന്നത് അത് എന്ത് തന്നെയായാലും അത് തിരിച്ച് നമ്മൾ അറിയിക്കുന്നുണ്ടോ എന്ന് കൂടെ നോക്കണമെന്നാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച്.
അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇല്ലിക്കല നീലിമയ്ക്ക് തന്നെയാ നാൽപ്പാട് ലക്ഷ്മണ ചിന്തനേക്കാൾ അർഹത. പക്ഷെ എനിക്കങ്ങനെയുള്ള അർഹതയൊന്നും വേണ്ട. അത് പറയുമ്പോൾ അവൾക്ക് രണ്ടാമത് ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം അത്രമാത്രം അവളവിടെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അവളുടെ ആ വാക്കുകൾ ശിവശങ്കരന്റെ നെറുകിൽ തന്നെ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് കടന്നുപോയി. എനിക്ക് ആരെയും വേണ്ട, ഇവിടുത്തെ ഒന്നും ആഗ്രഹിച്ചല്ല ഞാൻ ഈ പടി ഔട്ടിയത്. അതുകൊണ്ട് ആരുടെയും ഭാര്യാപതിവ് എനിക്ക് വേണ്ട, ആരുടെ വെപ്പാട്ടിയായിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉറപ്പാണോ? ശിവശങ്കരൻ അവളോട് കൗശലത്തോടെ തിരക്കി. ഉറപ്പ്. അവൾ അത്രയും ഉറപ്പോടെ പറഞ്ഞു. എങ്കിൽ ആ ഉറപ്പ് നീ നിന്റെ വാക്കുകളിലൂടെ നൽകിയാ പോരാ, നിന്റെ പ്രവൃത്തിയിലൂടെ അതെനിക്ക് കിട്ടണം. അയാൾ അവളെ നോക്കി പറഞ്ഞു. അവളുടെ നെറ്റി ഒളിഞ്ഞു. ഞാൻ എന്ത് വേണമെന്നാ വലിയ ഉദ്ദേശം പറയുന്നത്? അവളുള്ളിലെ സംശയം അതേപടി അയാളോട് ചോദിച്ചു. വേളി കഴിക്കണം. ഞാൻ പറയുന്ന ആളെ നീ വേളി കഴിക്കാൻ തയ്യാറാവണം. അത് കേട്ടത് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. എന്താ? അവൾ വിശ്വാസം വരാതെ ചോദിച്ചു. എന്താ ഞാൻ പറഞ്ഞത് നിന്റെ കാതിൽ വീണില്ലാന്നുണ്ടോ? നീ ഒരു കല്യാണം കഴിക്കണമെന്ന് എന്താ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാനെങ്ങനെയാ? എനിക്ക് സമ്മതമല്ല. അവൾ പറഞ്ഞു. അവിടെ മേശമിരിക്കുന്ന വെള്ളം നിറച്ചു വെച്ച കൂജ അയാൾ ക്രോധത്താൽ തട്ടിത്തെറിപ്പിച്ചു. അവൾ ഭയന്നുകൊണ്ട് തന്റെ കണ്ണുകൾ ഇറുക്കെ മൂടി. നീ സമ്മതം പറയാണ്ടിരുന്ന ഇന്ദ്രൻ ഒരിക്കലും വേറൊരു വിവാഹത്തെ പറ്റി ചിന്തിക്കില്ല. നിനക്കൊക്കെ കാവലിന്ന് കളയാനുള്ളതല്ല അവന്റെ ജീവിതം. അവന്റെ ഭാവിയെക്കുറിച്ച് അവൻ ചിന്തിച്ചില്ലെങ്കിൽ കൂടി അവന്റെ മുത്തച്ഛനായ ഞാൻ ചിന്തിക്കണമല്ലോ. അതുകൊണ്ട് നീ ഈ വേളിക്ക് സമ്മതിക്കണം. എന്നിട്ട് അവന്റെ ജീവിതത്തിൽ നിന്നും ഈ തറവാട്ടിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങിപ്പോണം. അപ്പൊ കുഞ്ഞി അവളുടെ കാര്യവും? അവളിവിടെ തനിച്ചാക്കി ഞാൻ ഇങ്ങോട്ടും പോയില്ല. അവളെ അയാളോട് വാശിയോടെ പറഞ്ഞു. ഇവിടുത്തെ രക്തത്തിനെ കുറിച്ച് ഓർത്ത് നീ വേവലാതിപ്പെടേണ്ടതില്ല. പറ്റില്ല. ഞാൻ ഇവിടേക്ക് വരാൻ തന്നെ കാരണം അവളാ. അവളെ എനിക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കാനായിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടേക്ക് വരേണ്ടതില്ലായിരുന്നു. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. അവളെ അയാളുടെ മുഖത്തേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞു. അയാളൊന്ന് ചുണ്ടുകൊട്ടി ചിരിച്ചു. നീ ഇവിടുന്ന് പടിയിറങ്ങിയ ഇന്ദ്രനെ അവളെ നോക്കാൻ വേറെ ആള് തെരഞ്ഞുടങ്ങും. ആ സമയത്ത് അവനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. അത് അന്ന് ഇവിടെ വന്നിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ട് പോയവളാണെങ്കിൽ അത്രയും നന്ന്. കാരണം അവൾക്കും അവനും ഒരുപോലെ വേണ്ടത് ഈ കുഞ്ഞിനെയാണല്ലോ. അപ്പൊ അങ്ങനെ നടക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരവും അത്. പിന്നെ അവരുടെ മകളായിട്ട് അവൾ ഇവിടെ വളരും. പിന്നീട് അവൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവും വരാതെ അവർ നോക്കിക്കോളും. എന്താ ആ വാക്കുപോലെ നിനക്ക്? പക്ഷേ ഇതെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ ഇവിടുന്ന് പടിയിറങ്ങണം. അതുകൊണ്ട് നീ പറയേ, ഞാൻ പറയുന്ന ആളെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതാണോ? അയാൾ അവളെ കുടുക്കിലാക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനിവിടുന്ന് പോയാ പോരെ? അതിന് വിവാഹത്തിന്റെ കാര്യം എന്താ? ഞാനിവിടെ നിന്ന് തന്നെ പോയിക്കോളാം. ആളുള്ളിലെ സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് അയാളെ നോക്കാതെ പറഞ്ഞു. അതുപോരാ, നീ ഇവിടുന്ന് പോയി എന്നറിഞ്ഞ ഇന്ദ്രൻ ഉറപ്പായിട്ടും നിന്നെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കും. അത് നടക്കാതിരിക്കണമെങ്കിൽ നിന്നെ ഒരിക്കലും തിരികെ കൊണ്ടുവരാൻ പറ്റാത്ത വിധം നീ അവന് വിലക്കപ്പെട്ടതാവണം. അതിന് നീ ഒരു വേളി കഴിച്ചേ വെക്കൂ. അയാൾ തീർപ്പ് കൽപ്പിച്ചതും അവൾ എന്ത് തീരുമാനിക്കണമെന്നറിയാതെ ഉളറി. നീ സമ്മതം അറിയിച്ച നാളെ നിന്നെ കാണാൻ അവരിവിടെ വരും. അതിനടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിന്റെ വിവാഹവും നടക്കും. എന്താ സമ്മതാണോ നിനക്ക്? നിന്റെ സമ്മതത്തിലൂടെ നിന്റേതുൾപ്പെടെ 3 ജീവിതം രക്ഷപ്പെടും. ഇല്ലാച്ചാ നിന്നെയൊക്കെ അവന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറക്കാൻ എനിക്ക് ചില ക്രൂരമായ തീരുമാനങ്ങൾ കൈകൊള്ളേണ്ടി വരും. എന്നെ അതിന് നിർബന്ധിപ്പിക്കരുത് നീ. അയാൾ അവൾക്ക് നേരെ ഭീഷണിയുടെ സ്വരം ഉയർത്തി. എനിക്ക് സമ്മത. ഞാൻ കാരണം ഒരിക്കലും ആരുടെയും ജീവിതം തകരില്ല. അവരോട് വരാൻ പറഞ്ഞോളൂ. അത് പറയലും ആൾ മുറിയുടെ വാതിൽ തുറന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. വിചാരിച്ച കാര്യം ഭംഗിയിൽ നടന്നതിന്റെ കൗശലമാർന്ന ചിരി അപ്പോഴേക്കും അയാളുടെ മുഖത്ത് സ്ഥാനം പിടിച്ചിരുന്നു. അച്ഛാ, കരഞ്ഞിറങ്ങി പോകുന്നുള്ളതെന്ന് സാധാപത്തോട് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ഒന്ന് അനന്തനെ അയാളെ വിളിച്ചു. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കണം അനന്ത. തിരുമേനി പറഞ്ഞ് നീ കേട്ടതല്ലേ? ഇന്ദ്രൻ അവൻ എനിക്ക് നേരെ തിരിയുന്നതിന് മുന്നേ കാര്യങ്ങൾ കരക്കടുപ്പിക്കണം. കാവിലെ ഉത്സവത്തിന് ഇനി അധികം നാളില്ല. അതിനു മുന്നേ തന്നെ നടക്കാനുള്ള എല്ലാം തടസ്സം കൂടാതെ നടന്നിരിക്കണം. ആ വീടിന് കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ട്. ഇനി എത്രയും വേഗം നടത്തി അവൾ ഇവിടെ നിന്ന് പടിയിറക്കണം. അത് കഴിഞ്ഞ് വേണം വേലുവിനെ കളത്തിലിറക്കാൻ. അത് പറയുമ്പോൾ അയാളുടെ മനസ്സ് മുഴുവൻ ഒരുവളെ ചുട്ടരിക്കാൻ പാകത്തിന് അഗ്നി നിറഞ്ഞു. അയാൾ പറഞ്ഞതും ഉള്ളിലെ ഇഷ്ടക്കേട് മറച്ചുവെച്ച് അനന്തരന് സമ്മതം മൂളി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.